ഈ കാണുന്ന പിക്ചർ, അതായത് റൊണാൾഡോയും ഫാമിലിയും പുണ്യമാക്കപ്പെട്ട മക്കയിൽ വന്ന് ഹണിമൂൺ ആഘോഷിച്ചു എന്ന് പറഞ്ഞിട്ട് പ്രചരിക്കുന്നൊരു പിക്ചറാണ്. തികച്ചും AI പിക്ചറായത്. ആരോ ഉണ്ടാക്കിയെടുത്തിട്ട് മക്കത്ത് റൊണാൾഡോയും ഫാമിലിയും നിൽക്കുന്നൊരു പിക്ചർ ഉണ്ടാക്കിയിട്ട് അവർ മക്കത്ത് വന്ന് ഹണിമൂൺ ആഘോഷിച്ചു പോയി എന്ന് പറഞ്ഞിട്ട് പ്രചരിപ്പിക്കുന്ന ഒരു കള്ള പിക്ചറാണ്. അദ്ദേഹം ഇസ്ലാമിലേക്ക് വന്നു, മുസ്ലിമായി. ഇങ്ങനത്തെ ഒരുപാട് വ്യാജ പ്രചരണങ്ങൾ നടത്തുന്നുണ്ട്. റൊണാൾഡോ ഇപ്പോഴും ഇസ്ലാമിലേക്ക് വന്നിട്ടില്ല, ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്, അതിനെക്കുറിച്ച് അറിയാൻ ആഗ്രഹമുണ്ട് എന്ന് പല സമയത്തായി പറഞ്ഞു എന്നത് സത്യമാണ്. അല്ലാതെ അദ്ദേഹം മക്കത്ത് വന്ന് എങ്കിൽ ഉംറ ചെയ്തു, ഇല്ലെങ്കിൽ ഹണിമൂൺ ആഘോഷിച്ചു എന്നൊക്കെ പറഞ്ഞ് ഈ വ്യാജ വാർത്തയിൽ നിങ്ങളാരും വഞ്ചിതരാകരുത്. ശരിക്കും മക്കയും മദീനയും നമുക്കൊരു ഹണിമൂൺ ആഘോഷിക്കാൻ പോകേണ്ട ഒരു സ്ഥലമാണോ? അങ്ങനെയാണോ ആ പുണ്യമാക്കപ്പെട്ട ഭൂമിയിൽ നമ്മൾ പോകേണ്ടത്? ആഗ്രഹിച്ച് അള്ളാഹു തിരഞ്ഞെടുത്തവർക്ക് മാത്രം കിട്ടുന്ന ഒരു അവസരമാണ് ആ പുണ്യമാക്കപ്പെട്ട ഭൂമിയിൽ പോകുക എന്നൊരവസരം. അങ്ങനെ ഒരു അവസരം തന്നിട്ടുണ്ടെങ്കിൽ അള്ളാഹു നമ്മളെ ഏറ്റെടുത്തിട്ടുണ്ട് എന്നത് ഉറപ്പാണ്. അങ്ങനെ ഒരു അവസരം കിട്ടിയാൽ അതൊരു ഹണിമൂൺ ഇല്ലെങ്കിൽ ഒരു ട്രിപ്പിന് വേണ്ടി നമ്മൾ പോകരുത്. ഉംറ ചെയ്യാൻ പോകണം, അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് പോകണം. മനസ്സുകൊണ്ട് അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് ഇബാദത്തുകൾ ആ പുണ്യഭൂമിയിൽ നമുക്ക് ചെയ്യാൻ പറ്റണം. മനസ്സറിഞ്ഞ് ദുആ ചെയ്യണം. അള്ളാഹു നമ്മളെ ഏറ്റെടുത്തിട്ട് അവിടെ നിന്ന് നമുക്ക് തിരിച്ചു പോരണം. അവിടത്തേക്ക് എത്താൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകൾ, ഇന്ന് ആ പുണ്യഭൂമിയിലെത്താതെ ലോകത്ത് നിന്ന് ഇവിടെ പറഞ്ഞു പോയ ആളുകൾ, ആ ഒരു അവസരത്തിൽ നമുക്ക് അള്ളാഹു ഉംറ ചെയ്യാൻ ഒരു അവസരം തന്നാൽ അത് ഇങ്ങനെ ഒരു ഹണിമൂൺ ഇല്ലെങ്കിൽ ഒരു ട്രിപ്പ് ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ, ഇല്ലെങ്കിൽ ആളുകളെ കാണിക്കാൻ, ഫോട്ടോ എടുത്ത് ആളുകളെ മുന്നിൽ ബോധിപ്പിക്കാൻ, ഇല്ലെങ്കിൽ അവിടെ ചെന്നതിൻ്റെ ഒരു പേര് കിട്ടാൻ, അതിനൊന്നും നമ്മൾ ഉംറക്ക് പോകരുത്. ആ ഒരു പുണ്യമാക്കപ്പെട്ട കർമ്മത്തിന് പോകുകയാണ് എങ്കിൽ മനസ്സറിഞ്ഞ് ഒരുങ്ങിയിട്ട് പോകണം. അള്ളാഹു സ്വീകരിക്കണം നമ്മളെ. അള്ളാഹു ആ പുണ്യഭൂമിയിൽ എത്തിയവർക്ക് വീണ്ടും എത്താൻ തൗഫീഖ് നൽകട്ടെ. എത്താത്തവർക്ക് എത്രയും പെട്ടെന്ന് ആ പുണ്യഭൂമിയിൽ എത്താൻ തൗഫീഖ് നൽകട്ടെ എന്ന് നമുക്കൊക്കെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം റബ്ബിനോട്.